പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് ഏറ്റുപാറ സെന്റ് അൽഫോൻസ ചർച്ചിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടതായി ഇവിടുത്തെ കപ്പ്യാർ പറയുകയാണ്. കപ്പ്യാർ വെള്ളം നോക്കാൻ വേണ്ടി ടാങ്കിന് മുകളിൽ കയറിയപ്പോൾ ഒച്ച കേട്ട് അങ്ങോട്ട് നോക്കുമ്പോഴാണ് പുലിയെ കണ്ടതെന്നാണ് പറയുന്നത്. വനപാലകർ സ്ഥലത്തെത്തി, അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടും വനപാലകർ പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കപ്പ്യാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കപ്പ്യാരാണ് ഇന്ന് രാവിലെ ഇവിടുന്ന് പുലിയെ നേരിട്ട് കണ്ടത്. ഒരു അനുഭവം നമ്മളോട് പങ്കുവെക്കുകയാണ്. എത്ര മണിക്കായിരുന്നു സംഭവം? 7:40. അപ്പോൾ എവിടെ കണ്ടത്? ഇതിന് മുകളിലാണ് പുലി തന്നെയാണെന്ന്? പുലി തന്നെയാണെന്ന്. അപ്പം ഇവിടെ വനപാലകരൊക്കെ വന്നിട്ട് എന്താണ് പറഞ്ഞത്? നോക്കിയിട്ട് പോയി. പുലിയെ കണ്ടപാട് ഇങ്ങോട്ടേക്ക് പോകുന്നു. ആരെ വിളിച്ചറിയിച്ച? ആദ്യം ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛനെ എടുത്തില്ല. പിന്നെ അടുത്ത ബെഞ്ചറിനെ വിളിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഞാൻ അച്ഛൻ തിരിച്ചടിച്ചു. അടുത്ത കൈക്കാരനാണ്. പിന്നെ വനപാലകരൊക്കെ വന്നു, പഞ്ചായത്ത് അധികൃതരൊക്കെ വന്നു. എന്താണ് പറഞ്ഞത് അവര്? അവരൊന്ന് നോക്കിയിട്ട് പോയി. പുലിയെ കണ്ട പേടിയിലാണ് ഇപ്പോഴും, ചെറുതായിട്ട്. കഴിഞ്ഞ ദിവസം അരീക്കാമല ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു പുലി. അത് തന്നെയാണെന്ന് സംശയമുണ്ടോ? അത് തന്നെയാണ്. പക്ഷെ വനപാലകർ ഇതുവരെ പുലിയാന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഇല്ല. ടാങ്കിൽ വെള്ളം എന്തോരുണ്ടെന്ന് അറിയാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴാണ് സൗണ്ട് കേട്ടതാണ്. എന്നിട്ട് നോക്കിയപ്പോൾ പുലിയാണ്. പുലി തന്നെ അങ്ങനെ കൊക്കേന്റെ മുകളിലായിരുന്നു. കൊക്കയുടെ താഴെയാണ്. കൊക്ക കുലുങ്ങി, മരം കുലുങ്ങി. അപ്പൊ സൗണ്ട് ഇട്ട് നോക്കിയതാണ്. പുലി തന്നെയാണെന്ന് അവര് കണ്ടവര് പറഞ്ഞിരുന്നു. അത് കണ്ടയാൾ പുലി തന്നെയാണെന്നാണ് പറയുന്നത്. പുലിയുടെ സാദൃശ്യമാണ് ഇവർ. ചാര കളറുണ്ട്. പുള്ളി കുത്തുകളുണ്ട് ശരീരത്തിൽ. ഇത് ഒരു മുടുത്ത സാധനമാണെന്നാണ് പറയുന്നത് കണ്ടയാൾ. ഏകദേശം എത്ര മണിയോടുകൂടി? ഏകദേശം ഒരു 8:20. 8:20. 8 മണി വരെ ഞാൻ ഈ സ്ഥലത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് കാണുന്നത്. എൻ്റെ പേര് ഫിലിപ്പ്. ഇവിടെ പള്ളിയിലെ കൈകാരൻ, ഇപ്പത്തെ നടത്തിപ്പ് കൈകാരനാണല്ലേ? അപ്പം വനപാലകരൊക്കെ വന്നിട്ട് എന്താ പറഞ്ഞു? അവർ പറഞ്ഞിട്ട് ഇത് പുലിയാണെന്ന് അവർ സ്ഥിരീകരിക്കാൻ കാൽപ്പാട് ശരിക്കും പതിഞ്ഞിട്ടില്ല. ഉണങ്ങിയ മണ്ണാൻ്റെ പേരിൽ ഇത് തറച്ച സ്ഥലമാണ്. അതുകൊണ്ട് കാൽപ്പാട് ശരിക്കും പതിഞ്ഞാലേ അത് പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. സംശയമുണ്ട്, സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എരുവേശി പഞ്ചായത്തിൽ പുലിമരം ചെയ്ത വലിയരിക്കമല, കോട്ടക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ പുലിയെ കണ്ടതായിട്ട് നാട്ടുകാർ അവകാശപ്പെടുന്നുണ്ട്. എല്ലാം കണ്ടു. കഴിഞ്ഞ ദിവസം വടക്കേ സേവറിൻ്റെ പറമ്പിൽ കന്നുകാലിക്ക് തൊഴുത്തിന് സമീപമായിട്ട് പുലിയെ കണ്ടതായിട്ട് അവിടുത്തെ ഭാഷകൾ പറയുന്നുണ്ട്. അപ്പൊ അത് അവിടെ പോയിട്ട് വനപാലകർ അത് പുലി തന്നെയാണെന്ന് അത് സ്ഥിരീകരിച്ചിരുന്നു. അത് സ്ഥിരീകരിച്ചെന്ന് അവർ സംശയമാണ് പറയുന്നത്. കാരണം കാൽപ്പാടുകൾ കിട്ടുന്നില്ല. കാൽപ്പാടുകൾ കണ്ടാലേ അത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയുള്ള ജനങ്ങളൊക്കെ ആകെ ഭീതിയിലാണ്. രാവിലെ വമ്പിച്ച ജനാവലി ആയിരുന്നു. ഇത് അറിഞ്ഞു കേട്ട് പള്ളിയുടെ പരിസരത്തുള്ളവരും സമീപവാസികളൊക്കെ എത്തിയിരുന്നു. അവരും ഈ സമീപ എല്ലാം സ്ഥലത്തെല്ലാം തെരച്ചിൽ നടത്തി. ഒന്നും കണ്ടു കിട്ടിയില്ല. അവർ പറഞ്ഞ മരത്തിൽ കയറി ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പേരിൽ ശ്രദ്ധിക്കണം. ടാപ്പിങ്ങിനൊക്കെ രാവിലെ പോകാവുള്ളൂ. വെളുപ്പിനെ പോകരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ സാന്നിധ്യം സഹകരണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വിവരം കിട്ടിയാൽ അറിയിക്കണമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് വരുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇവിടെ തിരിച്ച് വന്നുള്ളൂ. വന്നതാണ് വിശ്വസിക്കുന്നത്. വരുമെന്ന് പറഞ്ഞിരുന്നു. വനപാലകർ പറഞ്ഞാൽ പ്രസിഡന്റ് അവിടെ പുറപ്പെട്ടിട്ടുണ്ട്. പ്രസിഡന്റ് കണ്ടിട്ട് ഞങ്ങൾ പോകുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇത്രയാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നടന്ന് പിള്ളേർ സ്കൂളിലാണ് പോകുന്നത്. പിള്ളേർക്ക് കൊണ്ട് പ്രൈവറ്റുകാരാണ്. നെല്ലിക്കുറ്റി, പൈസക്കീരി, ചനിക്കാമ്പാറ കുറച്ച് സ്ഥലങ്ങളിലേക്കാണ് കുട്ടികൾ നടന്നു പോകുന്നത്. പിന്നെ ബസ്സുണ്ട് എങ്കിൽ തന്നെയും കുട്ടികൾ പ്രതി നടന്നാണ് പോകുന്നത്. കുട്ടികൾക്ക് ഭീതിയിലാണ് ഇപ്പോൾ ജനങ്ങൾ, നാട്ടുകാരുൾപ്പെടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏരുവേശി ഗ്രാമപഞ്ചായത്തിലെ അരീക്കമല ഭാഗങ്ങളിൽ വന്യമൃഗ ശല്യത്തിൽ വളർത്തുമൃഗങ്ങൾ, ആട് ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുകയുണ്ടായി. അതിൻ്റെ സാഹചര്യത്തിൽ അവിടെ വനപാലകർ വന്ന് CCTV ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ ആ ഭാഗങ്ങളിൽ സേവ്യർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിന് തൊഴുത്തിനടുത്ത് നിന്ന് പുലിയെ വീട്ടുകാർ കണ്ടതായി പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ വനപാലകരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വനപാലകർ ഇതുവരെ അത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ 7:30 പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റുപാറ സെന്റ് അൽഫോൻസ ചർച്ചിന് സമീപത്തുള്ള റബ്ബർ തോട്ടത്തിൽ പുലിയെ കണ്ടതായി ഇവിടുത്തെ കപ്പ്യാർ പറയുകയാണ്. കപ്പ്യാർ വെള്ളം നോക്കാൻ വേണ്ടി ടാങ്കിന് മുകളിൽ കയറിയപ്പോൾ ഒച്ച കേട്ട് അങ്ങോട്ട് നോക്കുമ്പോഴാണ് പുലിയെ കണ്ടതെന്നാണ് പറയുന്നത്. വനപാലകർ സ്ഥലത്തെത്തി, അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടും വനപാലകർ പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ നാട്ടിലെ ജനങ്ങൾ, ഈ പ്രദേശവാസികളൊക്കെ വളരെ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. സ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ പോകുന്ന റോഡ് സൈഡിൽ തന്നെയാണ് പുലിയെ കണ്ടതുകൊണ്ട് വളരെ ആശങ്കയിലാണ് ഉള്ളത്. വനപാലകർ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ പ്രദേശവാസികൾ ഉള്ളത്. ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ഏറ്റുപാറയിൽ നിന്നും ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.
ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്: വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡു റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ.